ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി ആകെ പേടിയിലാണുള്ളത്. മീര എത്ര ആശ്വസിപ്പിച്ചിട്ടും ശ്രുതിക്ക് ശരിക്കും പറഞ്ഞാൽ പേടി മാറുന്നില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൾ മീരയോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മീര പറയുന്നുണ്ട്, നീ വെറുതെ എടുത്തുചാട്ടം ചെയ്യണ്ട, നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം ചെയ്. ഈ സമയത്ത് പോയിട്ട് നീ ശ്രുതിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി അംഗീകരിച്ചാലും ഒരിക്കലും അവൻ്റെ അമ്മ അത് അംഗീകരിക്കില്ല. കാരണം അവർ രേവതിയോട് കാണിക്കുന്ന ആ ഒരു വേർതിരിവ് നീ കാണുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതേസമയം തന്നെ നവീന് കോൾ ടാക്സി ഓർഡർ ചെയ്തിട്ട് അവിടെ കാത്തു നിൽക്കുകയാണ്. അവരോട് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ ലൊക്കേഷൻ അയച്ച സ്ഥലത്ത് തന്നെയാണുള്ളത്, അവിടത്തേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തതിന് ശേഷം മൊബൈലിൽ നിന്നും ശ്രുതിയുടെ ഒരു നല്ല ഭംഗിയുള്ളൊരു ഫോട്ടോ എടുക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ സൂം ചെയ്തിട്ട് എന്താ പറയുക, കാമാതുരമായി, പ്രണയാതുരമായി എന്നല്ല, കാമാതുരമായി അവളെ നോക്കുകയാണ്. എന്നിട്ട് ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ സ്വയം ചോദിക്കുകയാണ്, അല്ല കല്യാണി, നീ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങിയോ? ഞാനിതാ ഇവിടുന്ന് വിടാൻ പോവുക. മുഹൂർത്തത്തിന് മുമ്പ് ഞാനവിടെ എത്തും കേട്ടോ. എന്നിട്ട് ഫോട്ടോയിലുള്ള അവളുടെ കവിളിലേക്ക് അയാൾ സ്പർശിക്കുകയാണ്. അതേസമയം രേവതി അനിയത്തി അമ്മയൊക്കെ കൂടെ പൂവ് കെട്ടുന്നതിനിടയ്ക്ക് ദേവു പറയുന്നുണ്ട്, ചേച്ചിയുടെ അമ്മായിയമ്മ കറുത്ത മുഖം കാണിക്കുകയാണെങ്കിലും സച്ചേട്ടൻ നമുക്കൊപ്പം ഉണ്ട് അല്ലേ അമ്മേ? അപ്പം പുഞ്ചിരിച്ചുകൊണ്ട് ലക്ഷ്മി അമ്മയും പറയുന്നുണ്ട്, അതെ, ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, സച്ച് നല്ലവനാ. ഇവളത് ചെവിക്കൊണ്ടില്ല, ചുമ്മാ വഴക്കടിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ രേവതി ഒരു ചമ്മലോടെ അമ്മയെ നോക്കുകയാണ്. ഇപ്പോഴല്ലേ അമ്മേ മാറിയത്? അവൾ ചോദിക്കുന്നുണ്ട്. അപ്പം ദേവു കളിയാക്കുകയാണ്, ഇപ്പോൾ റൊമാൻസ് ഒക്കെ തുടങ്ങിയല്ലേ? അമ്മ അരികിലുള്ളത് കൊണ്ട് തന്നെ ദേവു അങ്ങനെ ചോദിച്ചപ്പോൾ രേവതിക്ക് ചമ്മലാവാണ്. മിണ്ടാതിരിക്കട്ടെ അവിടെ. അതിനുശേഷം അമ്മയോട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല അമ്മേ, എനിക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കാറുണ്ട്, ഒരു കരുതലൊക്കെ ഉണ്ട്, അങ്ങനെ വഴക്കിടാറില്ല, അത്രേ ഉള്ളൂ. അത് കേട്ടതും ദേവു പറയുന്നുണ്ട്, ഇത് ഡെവലപ്പായി രണ്ടുപേരും ലവ് ആവും. അത് കേട്ടതും രേവതിക്കും അതുപോലെ തന്നെ ലക്ഷ്മിയമ്മക്കും ഒരുപോലെ നാണാവുകയാണ്. അവർ പറയുന്നുണ്ട്, ഇവളെന്തൊക്കെയാ ഈ പറയുന്നേ? നീ പറഞ്ഞ ജോലി ചെയ്യ് പെണ്ണേ. ഓ, വീണ്ടും ലക്ഷ്മിയമ്മ രേവതിയോട് പറയുന്നുണ്ട്, മോളെ രേവതി, നീ അകത്തോട്ടേക്ക് ചെല്ല്, അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി കാണും. അത് ഞാൻ ഈ മാല കെട്ടിത്തീർന്നിട്ട് പോവാം അമ്മേ. രേവതി വീണ്ടും വിസമ്മതിക്കുകയാണ്. അപ്പോൾ ദേവു പറയുന്നുണ്ട്, അത് ഞങ്ങൾ ചെയ്തോളാം, ചേച്ചി അകത്തോട്ടേക്ക് ചെല്ല്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, തിരുമേനി അന്വേഷിക്കുന്നുണ്ടാവും, അതുകൊണ്ട് മാല പെട്ടെന്ന് കെട്ടിത്തീർക്കണം കേട്ടോ. രേവതി തിരുമേനിക്ക് അരികിലേക്ക് പോവുകയാണ്. അതേസമയം അദ്ദേഹത്തിനടുത്തേക്ക് ചന്ദ്രയും ഭാമയും കൂടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, തിരുമേനി, ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല, വലിയ വീട്ടിലെ പെൺകുട്ടിയാണ് മണ്ഡപത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ട്, ദേവിക്ക് മുന്നിൽ വലിയ വീട്ടിലെ പെണ്ണ് ചെറിയ വീട്ടിലെ പെണ്ണ് എന്നൊന്നും ഇല്ല, എല്ലാവരും തുല്യരാ, ഇവിടെ നടക്കുന്ന എല്ലാ കല്യാണവും ഒരുപോലെയാ. അത് കേട്ടപ്പോൾ ചന്ദ്രക്ക് വിഷമമാവുകയാണ്. ഭാമ കളിയാക്കുന്നുണ്ട്, കിട്ടിയല്ലോ, എങ്കി വാ. മണ്ഡപത്തിൽ നിന്നും കുറച്ച് നീങ്ങിയപ്പോഴേക്കും രണ്ട് അതിഥികൾ അങ്ങോട്ടേക്ക് വരികയാണ്. അവർ രണ്ടുപേരും ചന്ദ്രയെ കണ്ട് കുശലാന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. ഇതെന്താ വൈകിയേ എന്നൊക്കെ ചന്ദ്രയും ചോദിക്കുന്നുണ്ട്. വൈകിയോ? ഞങ്ങൾ നേരത്തെ അല്ലേ എന്നൊക്കെ അദ്ദേഹം പറയാണ്. അതിനുശേഷം അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ചേച്ചി കല്യാണം അമ്പലത്തിൽ വെച്ചാക്കാമെന്ന് തീരുമാനിച്ചത്? അപ്പോഴേക്കും അത് കേട്ടുകൊണ്ടാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. തിരുമേനിക്കരികിലേക്ക് അവൾ പോകുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പം ചന്ദ്ര പറയുന്നുണ്ട്, സുധിയുടെ ജാതകത്തിൽ അങ്ങനെയുണ്ടേ, അതായത് അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം നടത്തണമെന്ന്. അത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും പരിഹസിച്ചിരിക്കുകയാണ്. എന്നിട്ട് അയാൾ ചോദിക്കുന്നുമുണ്ട്, മുമ്പ് ജാതകം നോക്കിയില്ലായിരുന്നോ? ജാതകം നോക്കാതെ ഓഡിറ്റോറിയത്തിൽ വെച്ചതുകൊണ്ടായിരിക്കും അവൻ ഓടിപ്പോയതല്ലേ? അത് കേട്ടതും ചന്ദ്ര മുഖം താഴ്ന്ന പോലെ അവസ്ഥയിൽ നിൽക്കുകയാണ്, വിളറി വെളുത്തിട്ട്. ഭാമയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. മാത്രമല്ല അവർ വീണ്ടും ചോദിക്കുന്നുണ്ട്, സുധി വന്നിട്ടുണ്ടോ അതോ അവൻ ഓടിപ്പോയോ? അവസാനം ഭാമ തന്നെയാണ് പറയുന്നത്, വന്നിട്ടുണ്ട്, കല്യാണം ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. അവിടെ ചായ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പോയി ചായ കുടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പോവുകയാണ്. അപ്പം അവർ വീണ്ടും പോകുന്നതിനിടയ്ക്ക് പരിഹസിക്കുന്നുണ്ട്, ഇന്നിപ്പോൾ കല്യാണം നടക്കുമോ എന്തോ. ഇതൊക്കെ കേട്ടുകൊണ്ട് പിന്നെ തന്നെ രേവതി ഉണ്ടായിരുന്നു. അതിനുശേഷം ചന്ദ്ര ഭാമയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ അവരിപ്പോൾ പറഞ്ഞു വിട്ടത്? രണ്ട് വർത്താനം പറയണമായിരുന്നു അവരോട്. അപ്പം ഭാമയും വിട്ടുകൊടുക്കുന്നില്ല. അവരെ എന്തിനാ പറയുന്നത്? നിന്റെ മോനെ പറഞ്ഞാൽ മതി, നാട്ടുകാരെ അവനെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എവിടെ ചെന്നാലും ഞാൻ അവിടെ അപമാനിക്കപ്പെടുകയാ, ചന്ദ്ര സങ്കടത്തോടെ പറയാണ്. അപ്പം ഭാമ പറയുന്നുണ്ട്, അതിന് കാരണേ നിന്റെ മോനാ. ഇതൊക്കെ പിന്നിൽ നിന്ന് തിരുമേനിയെ സഹായിച്ചുകൊണ്ടിരുന്ന രേവതിയും കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ചന്ദ്ര തിരിഞ്ഞു നോക്കിയപ്പോൾ രേവതിയെ കണ്ടപ്പം അവർ ആ ദേഷ്യം മൊത്തം രേവതിക്ക് നേരെ തീർക്കുകയാണ്. ഇവള് കാരണം ഇങ്ങനെയൊക്കെ, ഇവള് വീട്ടിൽ വന്ന് കയറിയതോടെ വീട്ടിലും നാട്ടിലും ഞാൻ ഇങ്ങനെയായി, എൻ്റെ സന്തോഷം കെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ രേവതിക്ക് അരികിലേക്ക് പോവുകയാണ്. രേവതി തിരുമേനി പറയുന്നത് പ്രകാരം ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. അവിടെ എത്തിയിട്ട് ചന്ദ്ര ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അപ്പം രേവതി തിരിച്ചു മറുപടി കൊടുക്കുകയാണ്, ഡാൻസ് കളിക്കുക, ഇന്നെൻ്റെ അരങ്ങേറ്റുക. നിന്റെ തർക്കുത്തരം എന്നോട് വേണ്ട അമ്മേ, ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അമ്മ കാണുന്നില്ലേ? പിന്നെ എന്തിനാ ചോദിക്കുന്നേ? ഞാൻ ചെയ്തോളാം, നീ മാറി നിൽക്ക്. അവർ രേവതി അവിടുന്ന് മാറ്റി നിർത്തുകയാണ്. അതിനുശേഷം രേവതി ഒരുക്കി വെച്ചിരുന്ന താലത്തിൽ വീണ്ടും ഓരോന്ന് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതൊക്കെ രേവതി ഒരുക്കി വെച്ചതാ. വീണ്ടും അങ്ങോട്ട് പോയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അസ്വസ്ഥമായ ഫീൽ ചെയ്യാണ്. അപ്പം തിരുമേനി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഒന്ന് മാറി തരുമോ? നിങ്ങൾക്കിത് ചെയ്യാൻ അറിയില്ല. രേവതി എത്രയോ കാലമായിട്ട് ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ചന്ദ്ര മുഖവും വീർപ്പിച്ച് നിന്നപ്പോൾ ഭാമ വിളിക്കുകയാണ്, ചന്ദ്ര നീങ്ങ് വന്നേ.
അപ്പം ബാമയ്ക്ക് പിന്നാലെ ചന്ദ്ര പോവുകയാണ് അസൂയ മൂത്ത മുഖമായിട്ട്. അപ്പം തിരുമേനി രേവതിയോട് തന്നെ പറയാണ്, മോളെ നീ ഇത് ചെയ്യ്. വീണ്ടും രേവതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ തിരുമേനി പറയുന്നുണ്ട്, കണ്ടല്ലോ രേവതി ചെയ്യുന്നത്. ഓ ഇതിപ്പം വലിയ പുകഴ്ത്താനൊന്നുമില്ല. തിരുമേനി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യ്, മുഹൂർത്തം ആവാറായി. എന്നിട്ട് വീണ്ടും കുശുമ്പോടെ രേവതിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. സച്ചി വണ്ടിയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രേവതിയുടെ കോള് വരുന്നത്. അവനെടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി എവിടെയാ ഉള്ളത്? ഞാൻ ഡ്രൈവിങ്ങിലാ. മുഹൂർത്തം ആവാറായി, എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു അച്ഛൻ. അവൻ്റെ കല്യാണത്തിന് ഞാനെന്തിനാ വരുന്നേ? സച്ചി വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ചോദിക്കുക. കാർ ഓടിച്ചാലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ, ഓട്ടം കളഞ്ഞിട്ട് വേണം വരാൻ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങളുടെ ഏട്ടൻ്റെ കല്യാണമല്ലേ, താലി കെട്ടുന്നതിന് മുമ്പ് വരാൻ നോക്ക്. കല്യാണം നടക്കോ? അവനവിടെ ഉണ്ടോ അതോ ഓടിപ്പോയോ? സച്ചിയും വിട്ടുകൊടുക്കുന്നില്ല. ഓടിപ്പോയിട്ടൊന്നുമില്ല, ആളിവിടെ തന്നെയുണ്ട്. അപ്പോൾ സച്ചി വീണ്ടും ചോദിക്കുകയാണ്, പെണ്ണ് വന്നോ? പെണ്ണ് വന്നിട്ട് കുറച്ച് സമയമായി. എല്ലാം ശരിയായിട്ട് നടക്കുന്നുണ്ടല്ലോ, അത്ഭുതം തന്നെ. അല്ല നീ വല്ലതും കഴിച്ചോ? വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നത്. നീ അവൻ്റെ കല്യാണത്തിന് ഓടിച്ചാടി ജോലിയൊന്നും ചെയ്യണ്ട. നീ പോയി അവിടുത്തെ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. ഞാൻ വന്നോളാം. ശരി. രേവതി സന്തോഷത്തോടെയാണ് കോള് കട്ട് ചെയ്യുന്നത്. അതേസമയം രവിയും അരവിന്ദനും കൂടെ അയാളുടെ പെൻഷനെക്കുറിച്ച് സംസാരിക്കുകയാണ്. കോടതി പോയിട്ടായാലും എനിക്ക് കിട്ടാനുള്ള പെൻഷൻ ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങിക്കും, രവി പറയുന്നുണ്ട്. അയാളും പറയാണ്, അതെന്തായാലും വേണം. സച്ചി ഇത് അറിഞ്ഞില്ലേ? ഇല്ല. അറിഞ്ഞെങ്കിൽ പെൻഷൻ തടഞ്ഞു വെച്ച മധുസൂദനൻ നായരുടെ വീട്ടിൽ പോയി അവൻ പ്രശ്നം ഉണ്ടാക്കും. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വരികയാണ്. രേവതിയോട് അയാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, സച്ചിയെ വിളിച്ച് കിട്ടിയോന്ന്. ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഓട്ടം കിട്ടിയാ അവൻ ആ പേരും പറഞ്ഞ് അങ്ങ് പോവും. അതേസമയം ശ്രുതി ആകെ ടെൻഷനിലാണുള്ളത്. മീര വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടൊന്നും ശ്രുതി കഴിക്കുന്നില്ല. അവൾ പറയുന്നുണ്ട്, അവൻ ഏത് സമയം ഇവിടെ വരും, അതുകൊണ്ട് ഞാൻ ശ്രുതിയോടെല്ലാം പറയാൻ പോവാ. നിനക്കെന്ത് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ലേ ശ്രുതി? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഫോൺ വിളിച്ച് ശ്രുതിയോടെല്ലാം പറയാൻ പോവാ എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് ശ്രുതി കോള് ചെയ്യാൻ വെപ്രാളത്തോടു കൂടി ശ്രുതിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രുതി എവിടെയാ ഉള്ളത്? ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. വീട്ടിലെന്തിനാ പോയത്? നേരത്തെ ക്ഷേത്രത്തിലുണ്ടായിരുന്നല്ലോ. ശ്രുതി ചോദിക്കുകയാണ്. എന്നെ ഇവിടെ കണ്ടതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? ശ്രുതി തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോഴാണ് ശ്രുതിക്ക് മനസ്സിലായത് പരിഹസിച്ചതാണെന്ന്. ഈ സമയത്ത് ഞാൻ എവിടെ പോവാനാ? അപ്പം ശ്രുതി കുറച്ചൊരു ടെൻഷനോട് പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട് ശ്രുതി, എന്നോട് കുറച്ച് സമയം സംസാരിക്കണം. ഒരു 5 മിനിറ്റ്, ഞാനിവിടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി ഷുഗറിനുള്ള ടാബ്ലറ്റ് വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഷുഗറിനുള്ള ടാബ്ലറ്റ് വാങ്ങിക്കുന്നത്? ശ്രുതിക്ക് ഷുഗറൊന്നും ഇല്ലല്ലോ. അതല്ല, നീ പഞ്ചാരയായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ഷുഗർ കൂടിയാലോ എന്ന് പേടിച്ചിട്ടാ. ആ ഒരു കോമഡിയൊന്നും ആസ്വദിക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല ശ്രുതി. അവൾ വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ട് സംസാരിക്കണം, കുറച്ചൊരു സമയം. എന്തിനാ കുറച്ച് സമയമാക്കുന്നേ? നമുക്ക് ഒരുപാട് നേരം സംസാരിക്കാം. ഇന്ന് രാത്രി മുതൽ നമുക്കിനി സംസാരിക്കാൻ അധികം സമയം കിട്ടില്ലല്ലോ. കുറച്ച് പഞ്ചാരയൊക്കെ അടിച്ചിട്ടാണ് ശ്രുതി തിരിച്ച് മറുപടി പറയുന്നത്. അവസാനം ശ്രുതി പറയാൻ വേണ്ടി അവസരം കൊടുത്തപ്പോഴേക്കും ശ്രുതിക്ക് പറയാൻ പറ്റുന്നില്ല. ആകെ ഒരു പരിങ്ങലിലായി. അത് ഞാൻ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും പുറത്ത് വാതിലിന് തട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ചന്ദ്ര ഡ്രസ്സും കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ ശ്രുതി കോള് കട്ട് ചെയ്യാണ്. അതിനുശേഷം ഡ്രസ്സും ആഭരണങ്ങളൊക്കെ ശ്രുതിയെ ഏൽപ്പിക്കുകയാണ് ചന്ദ്രയും ഭാമയും കൂടെ വന്നിട്ട്. എന്നിട്ട് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും ശ്രുതി അവരെ ചേർത്ത് പിടിച്ചിട്ട് കാലിന് തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ്. അതിനുശേഷം അവരുടെ നേരെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാ കരയുന്നത്? കല്യാണമായിട്ട് നീ സന്തോഷമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിൻ്റെ മുഖമൊക്കെ എന്തോ വല്ലായിക പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഭാമയും ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മീര പറയുന്നുണ്ട്, അത് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ക്ഷീണമൊക്കെയാണ്. അതൊന്നും സാരമില്ല, വീട്ടിൽ ചെന്നിട്ട് നന്നായിട്ട് ഉറങ്ങിയിട്ട് റെസ്റ്റ് എടുത്താൽ മതി, അതൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര പോകുന്നുണ്ട്. അതിനുശേഷം വാതിലടച്ചപ്പോൾ മീര പറയുന്നുണ്ട്, ഇവിടെ മനുഷ്യന്മാർ നെഞ്ചിൽ തീയും കൊണ്ട് നടക്കുക, അപ്പോഴും അവളുടെ അഭിനയത്തിന് ഒരു കുറവുമില്ല, കാല് പിടിക്കുക. ടെൻഷനിലാണെങ്കിലും ആക്ടിങ്ങിന് ഒരു കുറവുമില്ല. അപ്പോഴും ശ്രുതി വീണ്ടും ടെൻഷനിലാവുകയാണ്. ശ്രുതിയോട് കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് അവനെ വിളിക്കുന്ന സമയത്ത് അവൻ്റെ കോള് ഔട്ട് ഓഫ് റേഞ്ച് ആണ്. ശ്രുതിയോട് എന്തായാലും പറഞ്ഞേ പറ്റൂ, ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നവീൻ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി എനിക്ക് പറയാലോ, ഞാൻ ശ്രുതിയോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നെങ്കിലും എന്നൊക്കെ ശ്രുതി ചിന്തിക്കുകയാണ്. അതേസമയം വീണ്ടും രേവതി സച്ചിയെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സച്ചി കുറച്ച് ചൂടോടെയാണ് ഫോൺ എടുക്കുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ രേവതി, ഞാൻ ഡ്രൈവിങ്ങിലാന്ന്, എന്തിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ വന്നോളാം, അച്ഛൻ പറഞ്ഞിട്ടാണോ വിളിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ തന്നെ വിളിച്ചതാ. എന്താ കാര്യം? നിങ്ങളുടെ ഏട്ടന് നമ്മളെന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ, നമ്മളെ വക എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൻ എന്തിനാണ് വേറൊരു ഗിഫ്റ്റ്? 50 ലക്ഷം അവൻ കൊണ്ടുപോയില്ലേ, അത് തന്നെ വലിയ ഗിഫ്റ്റാ. അതല്ല, നമ്മുടെ വക എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ആളുകൾ എന്തു പറയും? രേവതി വീണ്ടും ചോദിക്കുകയാണ്. ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഇവിടെ കാറിൻ്റെ ലോൺ അടക്കാൻ പൈസയില്ല, അപ്പോഴാണ് അവന് ഗിഫ്റ്റ്. അപ്പോൾ ഒന്നും കൊടുക്കണ്ടേ? വേണ്ടെന്നല്ലേ പറഞ്ഞത്? നീ ഫോൺ വെച്ചോ, ഞാൻ വരാം. കല്യാണ സാരി മുന്നിൽ വെച്ച് ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. മീര വന്നിട്ട് പറയുന്നുണ്ട്, ഒരുപാട് സമയമായി, നീ ഇനിയും സാരി മാറ്റിയില്ലേ? അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ മാറ്റുന്നത്? കല്യാണം നടക്കില്ല എന്ന് ഉറപ്പല്ലേ? ഉടുത്തൊരുങ്ങി എല്ലാവരുടെയും മുന്നിൽ ചെന്നിട്ട് അപമാനിതയായി നിൽക്കാനായിരിക്കും. അപ്പം മീര ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അറിയാവുന്നത് കൊണ്ടാ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയണമെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നീ കേട്ടില്ലല്ലോ, ഇപ്പോൾ ഭയന്ന് നിലവിളിച്ചിട്ട് എന്താ കാര്യം?
വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. എല്ലാവരും നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നീ ഒന്ന് ഡ്രസ്സ് മാറ് ശ്രുതി. അപ്പോൾ ശ്രുതി പേടിയോടെ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഈ മുറിക്ക് പുറത്തിറങ്ങില്ല. ഇനിയും ലേറ്റായാൽ എല്ലാവരും നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഈ മുറിക്കകത്തോട്ടേക്ക് വരും. ആ പേടിക്കിടയിലും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതിക്ക് എന്നെ ഇഷ്ടാ. എന്ത് സംഭവിച്ചാലും എൻ്റെ കൂടെ ഉണ്ടാവും. സത്യം അറിഞ്ഞാലും ശ്രുതി എന്നെ ഉപേക്ഷിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ഇപ്പോൾ ശ്രുതിയോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രുതി നേരത്തെ അറിഞ്ഞു എന്നുള്ളത് എല്ലാവർക്കും വിശ്വാസമാവും. അപ്പോൾ എന്നെ ആരും തെറ്റിദ്ധരിക്കില്ല. അപ്പം മീര വീണ്ടും ചോദിക്കുന്നുണ്ട്, ശ്രുതിയെ വിശ്വസിക്കാമോ? എന്നെ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ശ്രുതിയാ, മറ്റുള്ളവരല്ല. ഉറപ്പായും ശ്രുതി എന്നെ പറ്റിക്കില്ല. ആരെതിർത്താലും ശ്രുതി എൻ്റെ കഴുത്തിൽ താലി കെട്ടും. എനിക്ക് വിശ്വാസമാണ് ശ്രുതിയെ. ശ്രുതി മുറിയിൽ കാണും. നീ ചെന്ന് ശ്രുതിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവാ. എല്ലാം നേരിട്ട് പറയാം ശ്രുതിയോട്. നീ ചെന്ന് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലല്ലേ? മീര വീണ്ടും ചോദിക്കുന്നുണ്ട്. എല്ലാം നേരിട്ട് പറയാം, നീ ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവാ. പിന്നെ ശ്രുതിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത് ആരും അറിയരുത്. എനിക്ക് തോന്നുന്നില്ല സത്യം അറിഞ്ഞാൽ അവൻ നിന്നെ സ്വീകരിക്കുമെന്ന്. എന്ത് സംഭവിക്കട്ടെ, നീ ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവാ മീരെ. അപ്പം മീര ശ്രുതിയെ വിളിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ മുറിയിലേക്ക് പോവാണ്. അങ്ങനെ വീണ്ടും ശ്രുതി ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ശ്രുതിയുടെ അമ്മയുടെ കോൾ വരുന്നത്. അവർ സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴും ശ്രുതി ദേഷ്യത്തോടെയാണ് തിരിച്ച് പ്രതികരിക്കുന്നത്. എന്തിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, മുഹൂർത്തത്തിന് നേരായല്ലോ, എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞോ എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചത്. എന്തിനാ മോളെ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി ദേഷ്യത്തോടെ പറയാണ്, നിങ്ങളൊരാൾ കാരണം എൻ്റെ ജീവിതമൊക്കെ ഇങ്ങനെ ആയത്. ഒരു ബുദ്ധി പോലും ഇല്ലാത്തൊരു പ്രായത്തിൽ ഏതോ ഒരാളെ പിടിച്ച് എന്നെ കെട്ടിച്ചു, എൻ്റെ ജീവിതം ഇങ്ങനെയാക്കി. ഇപ്പം ഞാൻ സ്വയം ഒരു ജീവിതം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ വീണ്ടും നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. എന്തിനാ അന്ന് നിങ്ങളിവിടെ എന്നെ അന്വേഷിച്ച് വന്നത്? അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടും ഇവിടുന്ന് മടക്കി അയച്ചിട്ടും ശ്രുതിയുടെ വീട്ടിലേക്ക് പോയി. ഇത് കാരണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. ഇന്ന് കല്യാണം മുടങ്ങുമെന്ന് പോലും അറിയില്ല. എന്തൊക്കെയാ മോളെ നീ പറയുന്നതെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ഒന്നും നിങ്ങൾ അറിയണ്ട, നിങ്ങൾ എന്തിനാ അറിയുന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി തട്ടിക്കയറുകയാണ്. മോളെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. ഇന്നുകൂടി നിനക്ക് വേണ്ടി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അവർ സങ്കടത്തോടെ പറയുകയാണ്. അപ്പോൾ ശ്രുതി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം? എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു മമതയോ ഇല്ല, ഒരു സ്നേഹവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെയാണ് കോൾ കട്ട് ചെയ്യുന്നത്. അതേസമയം മീര പോയി ശ്രുതിയുടെ വാതിലിന് മുട്ടുന്ന സമയത്ത് ശ്രുതി വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ? ശ്രുതിയെ കാണാൻ വേണ്ടി വന്നതാ. എന്തിന്? നീ എന്തിനാ എന്നെ കാണുന്നത്? ശ്രുതിയോടൊന്ന് തനിച്ച് സംസാരിക്കണം, ഒന്ന് വരുമോ? മീര ചോദിക്കുകയാണ്. അപ്പം ശ്രുതി തെറ്റിദ്ധരിച്ചിട്ട് അവൻ പറയുന്നുണ്ട്, കുറച്ചു സമയം കഴിഞ്ഞാൽ എൻ്റെ കല്യാണാ, അതിനിടയിൽ തനിയെ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ? അപ്പം മീര വേഗം പറയുന്നുണ്ട്, ശ്രുതി പറഞ്ഞിട്ട് വന്നതാ, അവൾക്ക് ശ്രുതിയോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എന്ത് സംസാരിക്കാനാണ്? ശ്രുതി തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് ചന്ദ്രയും അതുപോലെ തന്നെ ഭാമയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് മീരയെ മുറിയിൽ വെച്ച് കണ്ടപ്പം അവരും തെറ്റിദ്ധരിക്കുകയാണ്. നീ എന്താ ഇവിടെ? ഞാൻ ശ്രുതി റെഡിയായൊന്ന് നോക്കാൻ വന്നതാ. മീര പെട്ടെന്ന് വിഷയം മാറ്റുകയാണ്. നീ എന്തിനാ നോക്കുന്നേ? നീ ശ്രുതിയുടെ ഫ്രണ്ട് അല്ലേ, അവളെ ഒരുക്കാൻ നോക്ക് പോ എന്ന് ചന്ദ്ര കുറച്ച് ദേഷ്യത്തോടെയാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ ശ്രുതിയെ നോക്കുകയാണ് മീര. ശ്രുതിയും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ദേഷ്യത്തോട് ചോദിക്കുകയാണ്, നീ എന്തിനാ അവനെ നോക്കുന്നേ? പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്, അല്ലമ്മേ, ശ്രുതിക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന്. എന്നെ കൂട്ടിക്കൊണ്ടു പോവാനാ മീര. എന്ത് പറയാൻ? ചന്ദ്ര ദേഷ്യത്തോട് ചോദിക്കുകയാണ്. അപ്പം ശ്രുതി മീരയെ നോക്കുന്നുണ്ട്. മീരയും ആകെ ടെൻഷനിലാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.